ഫ്രണ്ട്സ്, നമ്മളതാ അങ്ങനെ സെൻറ്റ് പാട്രിക് ഡേ മാർച്ച് 17 നമ്മൾ പള്ളിയിൽ പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഗ്രീൻ ഔട്ട്ഫിറ്റാണ് നമ്മളിന്ന് ധരിച്ചിരിക്കുന്നത്. പള്ളിയിലെല്ലാവരും തന്നെ സെൻറ്റ് പാട്രിക് പുണ്യവാൻ്റെ ഓർമ്മയ്ക്കായി ഗ്രീൻ കളറാണെന്ന് ധരിച്ചിരിക്കുന്നത്. പിന്നെ ഇന്നും പതിവ് പോലെ തന്നെ നമ്മൾ കുർബാന കഴിഞ്ഞപ്പോൾ പാട്ടിൻ്റെ പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കുർബാന കഴിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെല്ലാ സൺഡേയിലും നമുക്കിവിടെ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേയ്സിൽ ഈസ്റ്റർ, ക്രിസ്മസ് അങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങളിലുള്ള പാട്ടുകളൊക്കെ ആയിരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് നേരം പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സ്പെഷ്യൽ ഡേയുടെ സ്പെഷ്യൽ ഫുഡൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ സ്വന്തം റൈസും നമ്മുടെ സ്വന്തം കറികളൊക്കെ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു. പക്ഷെ അപ്പോൾ എല്ലാത്തിലും നമ്മൾ ഓൺ ടോപ്പ് നമ്മൾ ഗ്രീൻ കളറ് ഡെക്കറേറ്റ് ചെയ്യാൻ മറന്നില്ല. അപ്പം ഞാൻ ഇപ്രാവശ്യം സാധാരണ ഞാനെപ്പോഴും റൈസ് വെറുതെ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് അങ്ങനെ കുക്ക് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കുറച്ച് നെയ്യിൽ കുറച്ച് നേരം അതൊന്ന് വറുത്ത പോലെയല്ല, കുറച്ചൊന്ന് വഴറ്റിയെടുത്തു. പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. വെറുതെ അല്ല, സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും നെയ്യിൽ നന്നായിട്ട് കുറച്ച് നേരം വഴറ്റിയെടുക്കുന്നത്. ഇപ്പോഴാണ് അതിൻ്റെ ഒരു രുചി മനസ്സിലാവുന്നത്. അതുകൊണ്ട് നമ്മളിനി ബസുമതി റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നെയ്യിലൊന്ന് സോട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പം നമ്മളങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ നന്നായിട്ട് മല്ലിയിലയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ക്യാരറ്റും ഒനിയനും അതുപോലെ കുക്കുംബറും അതുപോലെ മല്ലിയിലയും ഇട്ടിട്ട് നമ്മൾ കുറച്ച് റൈത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ സ്വന്തം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനും നമ്മൾ കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സൂപ്പ് പോലെയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് സാമ്പാറും ഉണ്ടാക്കി. പിന്നെ നമ്മുടെ കൂന്തൽ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സെൻറ്റ് പാട്രിക്സ് ഡേ.